AM കിച്ചൺ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ബീഫ് കറീൻ്റെ റെസിപ്പിയാണ്. ഇത് ഞാനൊരു തട്ടിക്കൂട്ട് ബീഫ് കറിയാണ് ഉണ്ടാക്കിയത്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. തട്ടിക്കൂട്ടാണെന്ന് വെച്ചിട്ട് ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ ഓയിലോ ഒന്നും ചേർക്കണില്ല ഇതിലേക്ക്. ഇത് മൂപ്പിച്ചെടുക്കുമ്പോൾ പിന്നെ വെളിച്ചെണ്ണയും ഒന്നും ചേർക്കണില്ല. ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഗരം മസാല, അങ്ങനെ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ആദ്യം മുളക് പൊടി മല്ലിപ്പൊടി മാത്രം നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് ബാക്കിയുള്ളത് കൂടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് പെരുംജീരകം പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇന്ന് ഭയങ്കര മഴയാണ്. അപ്പോൾ ഞാനിതിന് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കിൻ്റെ ശ്രദ്ധ അങ്ങോട്ടൊന്നും മാറിപ്പോവുകയാണ്. അതാണ് ഞാൻ പറഞ്ഞതന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ അവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ തന്നെ കഴുകി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു ബീഫ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ചൊരു നെയ്യോട് കൂടിയിട്ടുള്ള ബീഫാണ് ഞാൻ ഇന്നത്തെ കറിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. എനിക്ക് അങ്ങനെ കുറച്ച് നെയ്യുള്ള ബീഫാണ് ഇഷ്ടം. എന്ന് വെച്ചിട്ട് ഒരുപാട് നെയ്യാവും ചെയ്യരുത്. നെയ്യ് കുറഞ്ഞു പോയാൽ, തീരെ നെയ്യില്ലാണ്ടായാൽ ബീഫ് കറിക്ക് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചൊരു നെയ്യ് കൂടെ ഉള്ളതെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ഇനി ഇതിലേക്ക് വലിയ ഉള്ളി, അത് നമ്മൾ വഴറ്റണമൊന്നുമില്ല. അപ്പോൾ ഞാൻ 2 ചെറിയ വലിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 2 ചെറിയ തക്കാളി, ഒരുപാട് പുളിയുള്ള തക്കാളി ഒന്നും വേണ്ടാന്ന് വെച്ചിട്ടാണ് 2 ചെറിയ തക്കാളി മാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഇതിലേക്ക് ഇതുപോലെ വഴറ്റാതെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മസാലയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി അല്ല വലിയ ഉള്ളി, ചെറിയ ഉള്ളി ഞാനിതിലേക്ക് ചേർത്തിട്ടില്ല. വലിയ ഉള്ളി, വെളുത്തുള്ളി, ഇത്രയാണ് ചതച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്തത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മസാലക്കൂട്ടുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും ചേർത്ത് ആ മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ബീഫിലൊന്നും ഒട്ടും വെള്ളമല്ല, നല്ലോണം വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള ബീഫാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതെല്ലാം നന്നായി മിക്സായി. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഈ ഒരു കറിക്ക് ടേസ്റ്റും നല്ലൊരു സ്മെല്ലും കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കാൻ പോകുന്ന ഒരു സാധനമാണ് ഉലുവ. ഉലുവ പൊടിയല്ല, വറുത്ത ഉലുവയല്ല, പച്ച ഉലുവ. അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്നും കൂടെ മിക്സാക്കി എടുക്കുക. ഇപ്പോൾ എല്ലാം നന്നായി ഇതിലേക്ക് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 5 വിസിൽ വരെ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ 5 വിസിലൊക്കെ കഴിഞ്ഞ് കുക്കർ അതിൻ്റെ സ്റ്റീമെല്ലാം പോയതിന് ശേഷം അതൊക്കെ തുറന്ന് നോക്കി. ഇനിയിപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് തിളയ്ക്കാൻ വെച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാനിതിൽ നേരത്തെ നാളികേരം ചേർക്കാൻ മറന്നുപോയി വേവിച്ചപ്പോൾ. അപ്പോൾ അത് നാളികേര കഷ്ണം കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തു. കൂട്ടത്തിൽ കുരുമുളക് പൊടിയും ചേർത്തു. കുറച്ചും കൂടെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്നും ഇങ്ങനെ തിളയ്ക്കാൻ വെച്ചത്. ആ കുരുമുളകിൻ്റെ ആ ഒരു പച്ചച്ചുവയൊന്ന് പോവും വേണം. അതിനും കൂടി വേണ്ടിയിട്ട് ഒന്ന് തിളച്ച് ഇനിയിപ്പോൾ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു. ഇനി ഇതിലേക്ക് ഒരു 2 ചെറിയ സവാള, ചെറുത് ആവുകൊണ്ടാണ് 2 എടുത്തത്, വലുതാണെന്നുണ്ടെങ്കിൽ 1 മതി. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതും ഒന്ന് വഴറ്റി ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നമുക്കിതിലേക്കൊന്ന് താളിച്ച് ചേർക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ നാളികേരം കഷ്ണങ്ങളാക്കിയത് ബീഫ് വേവിക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം. ഞാനപ്പോൾ അത് മറന്നു പോയതിനെ കൊണ്ടാണ് രണ്ടാമത് അതൊന്നും കൂടെ തിളപ്പിക്കേണ്ടി വന്നത്. പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, കണ്ടിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ സവാളയും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ
ഈ ബീഫ് വെന്തത് ഈ സവാള വഴറ്റിയ ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ കുക്കറിൽ തന്നെ കുറച്ച് ചക്കയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കയറി കാണണേ. ചക്ക ബിരിയാണി. അപ്പോൾ ഈ വെന്ത ബീഫിൽ കുറച്ച് ചക്കയും കൂടെ ഇട്ടിട്ടാണ് അത് ഉണ്ടാക്കിയത്. അതെങ്ങനെയാണെന്നുള്ളത് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതാ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ അത് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.